നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതാര്? ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എന്തായാലും എടുത്തു നോക്കാം. ഹലോ, ആരാ എന്തെന്നൊന്നും അധികം ഇങ്ങോട്ട് ചോദിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മാത്രം മതി. സാധാരണ ഞാനാ ആരെ ഒന്നും ഇങ്ങോട്ട് പറയാൻ സമ്മതിക്കാത്തത്. ഇപ്പൊ നമുക്കിട്ടായ പണി. ഇത് പണിയൊന്നുമല്ല, ഉത്തമൻ സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ കേൾക്കാൻ താല്പര്യമുള്ളെങ്കില് വേണ്ട, ഞാൻ വച്ചേക്കാം. കാര്യം എന്തായാലും എനിക്ക് കേൾക്കണം. പക്ഷെ പരിചയമില്ലാത്ത ആളാണ് താങ്കളെങ്കിൽ ഒരു സംശയം ബാക്കി. നിങ്ങൾ എന്തിന് എന്നെ ഹെൽപ്പ് ചെയ്യണം? പറഞ്ഞില്ലേ സാർ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വേണ്ട. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. പ്രശ്നം തീർന്നില്ലേ? അത് കറക്റ്റ്. അപ്പൊ പിന്നെ ഇയാള് കാര്യം പറ. ഞാനൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഉപകാരപ്പെടുവോ ഇല്ലയോ എന്ന്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉത്തമൻ സാറിന് ഒരു ചെറിയ ഉപകാരമായിരിക്കില്ല. ഊരും പേരും അറിയാത്ത എന്നെ സാർ ജീവിതത്തിൽ മറക്കില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ജീവിതത്തിൽ മറക്കില്ല. ഇയാള് കാര്യം പറ. കാര്യമൊക്കെ പറയാം. അതിനു മുന്നേ എന്റെ ഈ നമ്പരോട് തന്നെ കണ്ടുപിടിക്കാൻ ഇറങ്ങി പുറപ്പെടില്ല എന്നൊരു ഉറപ്പ് വേണം. ഓക്കെ ആണോ? ഓ, ഓക്കെയാണ് മാഡം. ഇനി മേലിൽ എന്റെ ഭാഗത്തു നിന്ന് ഫോണോ മെസ്സേജോ ഒന്നും വരില്ല. പോരെ? കാര്യം പറ. വിഷയം കളക്ടറേറ്റിലെ ഒരു ടെൻഡറിന്റെ കാര്യമാ. ക്രിസ്റ്റി സാറിന്റെ കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് 1,80,00,000 രൂപ അല്ലേ? അത് കറക്റ്റ് ആണല്ലോ. അത് മാഡം എങ്ങനെ അറിഞ്ഞു? ആദ്യമേ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട, പറഞ്ഞത് കേട്ടാ മതി. അല്ല, ജന്മനാ ഉള്ള സ്വഭാവമായതുകൊണ്ട് ചോദിച്ചു പോയതാ. അത് വിട്ടേക്ക്, ബാക്കി പറഞ്ഞാട്ടെ. നിങ്ങൾ 1,80,00,000 ടെൻഡർ കൊടുക്കുമ്പോ അടുത്ത ടെൻഡർ 1,75,00,000 വരും. ഈ ടെൻഡർ ക്രിസ്റ്റി സാറിന് കിട്ടണമെങ്കിൽ അതിലും കുറച്ചൊരു ടെൻഡർ 70,00,000 ടെൻഡർ കൊടുക്കണം. എന്നാലേ അത് നിങ്ങൾക്ക് കിട്ടൂ. അല്ല, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് മാഡത്തിന് എങ്ങനെ അറിയാം? ദേ, ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കില്ലെന്ന്. വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. വീണ്ടും ചോദ്യങ്ങൾ വന്നെങ്കിൽ വീണ്ടും സോറി. വെറുതെ ഉള്ളൊരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ച് ടെൻഡർ സ്വന്തമാക്കാൻ നോക്ക്. അല്ലാതെ ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് നടന്ന് സമയം കളയണ്ട. ശരി, ഞാൻ അന്വേഷിക്കുന്നില്ല. എന്നേലും ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയ ഈ ടെൻഡർ ക്രിസ്റ്റി സാറിന് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയും ഞാൻ വിളിക്കും. അപ്പൊ പറയാം ഞാൻ ആരാണെന്ന്. ശരി, ഞാൻ വെക്കുക. ഹലോ വെച്ചു കളഞ്ഞു. ഞാൻ ക്രിസ്റ്റി സാറിനെ വിളിച്ചു പറഞ്ഞ എമൗണ്ട് ഈ സ്ത്രീ എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞു? എന്തായാലും എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. ടെൻഡർ എമൗണ്ട് കുറച്ചു കൊടുക്കുന്നതാണ് ബുദ്ധി. ഇതിന്റെ ക്രെഡിറ്റും എനിക്ക് തന്നെ ഇരിക്കട്ടെ. സാർ എന്ത് ആലോചിക്കുന്നത്? ഇത്ര കൃത്യമായി ഒരു ടെൻഡർ എമൗണ്ട് പ്രഡിക്ട് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടോ സാറിന്? എന്ത് ബുദ്ധിമുട്ട്? ഇതൊന്നും അത്ര വലിയ കാര്യമല്ലല്ലോ ക്രിസ്റ്റി സാറേ. അല്ലെങ്കിലും ബുദ്ധിമാന്മാരിങ്ങനെയാ, അവരുടെ കഴിവിൽ അഹങ്കരിക്കില്ല. ആ ട്രിക്ക് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ചിലപ്പോ ഭാവിയിൽ അത് ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിലോ. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് കുഴപ്പമൊന്നുമില്ല. പറയാം. ആദ്യം 1,80,000 കൊടുക്കാൻ പറഞ്ഞ കൊട്ടേഷൻ പിന്നീട് തിരുത്തി 1,70,000 മാറ്റിയ ഉത്തമൻ സാറിന്റെ ആ ബ്രില്യൻസി, അതാ ഞങ്ങൾക്കറിയേണ്ടത്. ക്രിസ്റ്റി സാറ് ചോദിച്ചത് കറക്റ്റാണ്. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം.
മധു എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് 1,85,00,000 രൂപയ്ക്ക് കൊടുത്ത ഒരു കൊട്ടേഷൻ. 1,85 കവർ ചെയ്യണമെങ്കിൽ നമ്മള് 1,80 ഒരു ചെക്ക് വെക്കുന്നു. 1,80 ചെക്ക് ആര് വെച്ചു? ഡയാന കൺസ്ട്രക്ഷൻസ്, അതായത് ക്രിസ്റ്റി സാർ. ശരിയല്ലേ? അപ്പൊ ഈ 1,85 5 ലക്ഷം രൂപ കുറവായതുകൊണ്ട് അത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? അതിന്റെ ഇടയിൽ മറ്റൊരെണ്ണം വന്ന് പെട്ടു. 1,75. ഈ 1,75 എവിടുന്നാ വന്നത്? ഈ 1,75 എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് എനിക്ക്. 1,75,00,000 രൂപ എന്ന് പറഞ്ഞാൽ 1,85,00,000 രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപ കുറവ്. 1,80,00,000 രൂപയിൽ നിന്നും 5 ലക്ഷം രൂപ കുറവ്. ശരിയല്ലേ? അപ്പോ ഈ 1,75,00,000 രൂപയുടെ ഒരു ടെൻഡർ അവിടെ ഉണ്ടെങ്കിൽ 1,85,00,000 1,75,00,000 വെറുതെ ആവില്ലേ? അപ്പൊ എന്താ വേണ്ടത്? 1,70,00,000 രൂപയ്ക്ക് ഒരു പുതിയൊരു കൊട്ടേഷൻ വെക്കണം. ഈ 1,70,00,000 രൂപയുടെ കൊട്ടേഷൻ ആരുടെ പേരിൽ വെക്കും? അത് നമ്മുടെ മാട്ടന്റെ പേരിൽ വെച്ചു. അപ്പൊ എന്താണ് സംഭവിച്ചത്? 1,85,00,000 രൂപയിൽ നിന്നും 15 ലക്ഷം രൂപ കുറച്ച് 1,70,00,000 രൂപയ്ക്ക് ആ കൊട്ടേഷൻ നമുക്ക് കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ ബുദ്ധി? സംഗതി ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇതിന്റെ പിന്നിൽ ഉത്തമൻ സാറിന്റെ കൃത്യമായ ഒരു ബ്രെയിൻ വർക്ക് ഉണ്ട്. വി റിയലി കൺഗ്രാറ്റുലേറ്റ് സർ. താങ്ക് യു. എങ്കിൽ പിന്നെ ഇന്നത്തെ നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങിയാലോ? പിന്നെന്താ, തുടങ്ങിയാലോ? പാർട്ടി ഇന്ന് നേരം വെളുക്കണം. കോഴി കൂവാതെ ഒരാളും പിരിയില്ല. മൂന്നാളും കൂടി ഇത് എവിടെ ടൂർ പോയിട്ട് വരുവാ? ജസ്റ്റ് ഒന്ന് കൊടൈക്കനാൽ വരെ പോയി. പോയപ്പോ നിന്നെ കണ്ടില്ല. കണ്ടാ വിളിച്ചേനെ ഡ്രൈവറായിട്ട്. അതെ, നിങ്ങള് 3 പേരും കൂടെ ടൂറിന് പോണ്ടത് കൊടൈക്കനാലിലേക്കല്ല, കാശിക്കാ പോണ്ടത്. ഡാ ആ 3 പേരുടെ ലിസ്റ്റിന്നേ എന്നെ അങ്ങ് മാറ്റിയിട്ടേക്ക് കേട്ടോ. അയ്യോ സോറി അമ്മായിമ്മ, യു ആർ ടു യങ്. ടൂ യങ് അല്ലെങ്കിൽ നീ അമ്മായിയമ്മയുടെ പക്ഷത്തെ നിൽക്കും. എന്നിട്ട് പറ, എവിടെ പോയതാ? ഞങ്ങള് ആ ശരത്തിന്റെ വീട് വരെ ഒന്ന് പോയതാ. ഈ പോക്കിൽ എന്തോ ദുരുദ്ദേശമുള്ളത് പോലെ ഉണ്ടല്ലോ. ദേവി ആന്റിയെയും ലക്ഷ്മി അമ്മയും ശരത് സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അച്ഛമ്മയുടെ പ്ലാനിങ് തന്നെ. ഇവന് സംഗതി പിടികിട്ടിയ ലക്ഷണമാണല്ലോ. അതെന്താടാ മോനെ നീ പ്ലാനിങ് ആണെന്ന് പറഞ്ഞത്? അല്ല, അത് വേറെ ഒന്നുമല്ല. ലക്ഷ്മി അമ്മ എന്ത് പറഞ്ഞാലും സുന്ദരി കേൾക്കുമല്ലോ, അല്ലേ അച്ഛമ്മ? അല്ല, ഞാനിപ്പോ സുന്ദരി എന്ത് പറഞ്ഞ് അനുസരിപ്പിക്കാനാ? അല്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനുസരിപ്പിക്കാലോ. അതാ അച്ഛമ്മയുടെ ഐഡിയ. അതിനാണ് നേരെ ശരത് സാറിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്.